പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതൊരു പക്ഷേങ്കിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, അല്ല ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ആരോടെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണമെന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആവശ്യപ്പെട്ട ആ സംഗതി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ടോ? മിക്കവാറും ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല എന്നായിരിക്കും മറുപടി പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഒന്ന് സഹായിക്കാമായിരുന്നു. നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുമുണ്ടാകാം, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയുമോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് സംസാരിക്കുമോ, എനിക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുമോ എന്നൊക്കെ നിങ്ങൾ പലരോടും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകാം. മിക്കവാറും അവരെല്ലാം നോ പറഞ്ഞിട്ടുണ്ടാകാം. അവർ അന്നേരം ചെയ്യാമെന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ സാഹചര്യങ്ങളിൽ അവരാരും ഈ വക കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടില്ല. ഇത് മിക്കവാറും നമ്മുടെ മുറിവ്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് കഴിവുണ്ടായിരുന്നിട്ടും, അവർക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും, സാധ്യതകളുണ്ടായിരുന്നിട്ടും ഇവരാരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഭയങ്കരമാണ്. അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സ്നേഹിതരോ വേണ്ടപ്പെട്ടവരൊക്കെയാണ്. പക്ഷേ അവർക്കത് ചെയ്തു തരാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ നൊമ്പരം അത് ഭയങ്കര വലുതാണ്. അങ്ങനെ ഇന്ന് രാവിലെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 23-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് സുവിശേഷം 23-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. അവിടെ യേശുവിനോട് ഒരു മനുഷ്യൻ അവൻ്റെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. പ്രൈസ് ലോർഡ്. ആ വാക്യത്തിനായിട്ട് ഞാൻ ഒരുപാട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് ഉള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കള്ളനാണ്. യേശുവിൻ്റെ കൂടെ ക്രൂശിച്ച ആ മനുഷ്യനാണ് യേശുവിനോട് പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണം. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മോഷണമാണ്, അല്ലെങ്കിൽ എനിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് അത്ര മെച്ചപ്പെട്ട യോഗ്യതയൊന്നുമല്ല. പക്ഷേ നിന്നെ ഇപ്പോൾ കണ്ട നിമിഷം എനിക്ക് ഭയങ്കരമായിട്ട് നിന്നോട് സ്നേഹം തോന്നുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ നിശ്ചയമായിട്ട് രാജ്യത്വം പ്രാപിക്കും. നീ രാജാവാണ്, നീ ദൈവമാണ്. നീ രാജ്യത്വം പ്രാപിക്കുന്ന ആ ദിവസം സാധുവായ എന്നെയും കൂടി ഓർക്കണം എന്ന് ആ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പലരോടും നിങ്ങളുടെ കാര്യം പോയി പറഞ്ഞിട്ട് എന്താണ് അവരിൽ നിന്നുണ്ടായ റെസ്പോൺസ്, അവരിൽ നിന്നുണ്ടായ മറുപടി, പ്രതികരണം എന്താണ്? മിക്കവാറും അവർ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭൂരിഭാഗം പേരും അങ്ങനെയായിരിക്കാം ചെയ്തിട്ടുണ്ടാകുന്നത്. അവർക്കുണ്ടായിരുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ആരും തന്നെ നമ്മളെ സഹായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സഹായിക്കാൻ കരുത്തനായ ഒരുവൻ നിങ്ങളുടെ അടുക്കലുണ്ട്. ആ ആളോട് പറയുന്നതിന് പകരമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മാച്ചനോട്, നിങ്ങളുടെ ബന്ധുക്കാരോട്, നിങ്ങളുടെ സ്നേഹിതരനോട്, സഹോദരനോടൊക്കെ നിങ്ങൾ പോയി പറഞ്ഞത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കർത്താവിനോട് ഈ കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവൻ നിശ്ചയമായിട്ട് നിങ്ങളെ സഹായിക്കും. പണ്ട് പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുകയാണ്. അവൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആ ഒരു മനുഷ്യന് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അവന് വ്യാഖ്യാനിച്ചു കൊടുത്തു. നീ തിരിച്ച് രാജാവിൻ്റെ അടുക്കലേക്ക് പോകും, പാനപാത്രമൊക്കെ നീ കയ്യിൽ പിടിക്കും, രാജാവിന് നിൻ്റെ പാനപാത്രത്തിൽ നിന്ന് നീ വീഞ്ഞ് പകർന്നു കൊടുക്കും. അന്നേരം നീ സാധുവായ എൻ്റെ കാര്യം കൂടി ഓർക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ജയിലിൽ വന്ന് കിടക്കുന്നതെന്ന് നീ രാജാവിനോട് പറയണമെന്നൊക്കെ പറഞ്ഞ് പാനപാത്രവാഹകനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ സൗകര്യപൂർവ്വം ആ മനുഷ്യൻ ആ കാര്യം മറന്നു കളഞ്ഞു. ചിലരൊക്കെ നമ്മളെ ഓർക്കാതിരിക്കുന്നതിനകത്ത് ഭയങ്കരമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവർ നിങ്ങളെ ഓർത്തു എങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് താഴെയുള്ള ഒരു തസ്തികയിൽ കൊണ്ടുവരാനേ അവർ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ ചിലർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യം മറന്നു പോയതുകൊണ്ട്, നിങ്ങളെ അവർ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട്, നിങ്ങളെ അവർ ഗവനിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടി കർത്താവിന് സ്തോത്രം ചെയ്യണം. കാര്യം നാളെ അവരുടെ തലയ്ക്കും മീതെ, അവരുടെ കസാരയ്ക്കും മുകളിൽ നിങ്ങളെ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യോസഫിനെ സംഭവിച്ചത് അതാണ്. പാനപാത്രവാഹകൻ അവനെ ഓർത്തിരുന്നെങ്കിൽ പാനപാത്രവാഹകൻ്റെ കീഴിലായിരിക്കുമായിരുന്നു അവൻ. പക്ഷേ അവൻ ഓർക്കാത്തത് കൊണ്ട് അവൻ്റെ സിംഹാസനത്തിന് മുകളിൽ യോസഫിൻ്റെ സിംഹാസനത്തെ ഇട്ടുകൊടുക്കാൻ ദൈവത്തിന് ആഗ്രഹമായി. ഈ കള്ളനായിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ക്രൂശിൽ കിടന്ന് പറയുന്നവൻ, അവനും യേശുവിനോട് പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, നാളെയല്ല, നീ പിന്നീട് രാജാവായിട്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമുണ്ട്, അതൊക്കെ എനിക്കറിയാം.
അന്ന് എന്നെയും കൂടി ഓർക്കണം. ആ മനുഷ്യനോട് യേശു പറഞ്ഞത്, അന്ന് ഓർക്കേണ്ട ആവശ്യമില്ല, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. മനുഷ്യരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാമെന്ന് അവർ പറയും, പക്ഷേ എന്നാൽ പിന്നെ അവർ ചെയ്യത്തില്ല. കർത്താവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ. അവൻ പറയും, മക്കളെ പിന്നെയല്ല, ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ നിൻ്റെ കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കും. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് രാവിലെ പ്രവചിച്ച് പറയുന്നു, നീ കർത്താവിനോട് നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദിവസങ്ങൾക്കകം ദൈവം ആ കാര്യത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കാനായിട്ട് പോകുന്നു. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൈവവചനം ഏറ്റെടുക്കൂ. ദൈവവചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.